വി കെ പ്രശാന്ത് എം.എൽ.എ ശാസ്തമംഗലത്തെ എം.എൽ.എ ഓഫീസ് ഒഴിയുന്നു. മരുതൻകുഴിയിലാണ് എം.എൽ.എയുടെ പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. നേരത്തെ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു. അതേസമയം ഒരു തരത്തിലെ വിവാദങ്ങൾക്കും തനിക്ക് താല്പര്യമില്ലെന്ന് വി കെ പ്രശാന്ത് വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയുടെ ശാസ്തമംഗലത്തുള്ള കെട്ടിടത്തിലാണ് വി കെ പ്രശാന്തിന്റെ എം.എൽ.എ ഓഫീസ് കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വന്നത്. എന്നാൽ ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടടുത്ത ദിവസം വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെടുകയായിരുന്നു. ഇത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. പിന്നാലെയാണ് ശാസ്തമംഗലത്തെ എം.എൽ.എ ഓഫീസ് ഒഴിയുവാനായി വി കെ പ്രശാന്ത് തീരുമാനിച്ചത്. കെട്ടിടം നമുക്ക് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ വേണ്ട എന്നാലോചിച്ചിട്ട് അങ്ങോട്ട് മാറുന്നു. അത്രയേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ വേറൊന്നുമില്ല. ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് സൗകര്യം എന്ന നിലയ്ക്കാണ് ഒരു ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി 7 വർഷം പ്രവർത്തിച്ചത്. ഒരു തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത്. വാടക സംബന്ധിച്ച് പോലും വലിയ കുപ്രചരണം അഴിച്ചുവിട്ടു. 25,000 രൂപ എഴുതി വാങ്ങി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചുവിട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അലവൻസ് ഇല്ല. മാർച്ച് മാസം വരെ കരാർ കാലാവധി നിലനിൽക്കെയാണ് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയുവാനുള്ള വി കെ പ്രശാന്തിന്റെ തീരുമാനം. ശാസ്തമംഗലത്തിന് തൊട്ടടുത്തായി മരുതൻകുഴിയിലാണ് വി കെ പ്രശാന്തിന്റെ പുതിയ എം.എൽ.എ ഓഫീസ് പ്രവർത്തിക്കുക. ഉടൻ തന്നെ മരുതൻകുഴിയിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും വി കെ പ്രശാന്ത് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.